മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 5 മണിക്ക് ശേഷം വോട്ട് ചെയ്തത് 75 ലക്ഷം ആളുകളാണ്. 5 മണിക്ക് ശേഷം അതിന്റെ കണക്ക് ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിലെ റിപ്പബ്ലിക്കിന്റെ കാതലായ ഒരു പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടി പ്രതിയുടെ രൂപത്തിൽ നിൽക്കുന്നത്. അതിന് കാരണം എന്താണ്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു നിയമം ധൃതിപ്പെട്ട് കൊണ്ടുവന്നു അമിത്ഷാ. കേന്ദ്ര ഗവൺമെന്റ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി പറയുന്ന ഒരു പ്രതിനിധി. അതിൽ എഴുതി വെച്ചിരിക്കുന്ന സെക്ഷൻ 16 ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കുമ്പോൾ ചീഫ് കമ്മീഷനാണെങ്കിലും ഇലക്ഷൻ കമ്മീഷനാണെങ്കിലും എന്ത് കുറ്റകൃത്യം ചെയ്താലും അദ്ദേഹം കാലാവധി കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് SIR സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ പോയി ഒരു ചർച്ച നടക്കുന്ന അവസരത്തിൽ തോക്കെടുത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ ഈ നിയമം അനുസരിച്ചാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് സെക്ഷൻ 16. അപ്പൊ ഇത്രയും കൂടുതൽ പരിരക്ഷ ഇലക്ഷൻ കമ്മീഷനെ കൊടുത്ത് എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ച് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വോട്ടർമാരെ നിയമവിരുദ്ധമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർവാധിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ SIR എന്ന് നമ്മൾ ബീഹാറിൽ തുടങ്ങി. കേരളത്തിന്റെ കോണ്ടക്സ്റ്റ് എന്താണ്? അതിന് വലിയ മാനങ്ങളുണ്ട്. കേരളത്തിന്റെ കോണ്ടക്സ്റ്റിന് കേരളത്തിലെ വോട്ടർമാരിൽ വലിയൊരു ശതമാനം, സബ്സ്റ്റാൻഷ്യൽ നമ്പർ വിദേശത്തെ പ്രവാസികളാണ്. 2011 ജനപ്രാതിനിധ്യ നിയമത്തിലൊരു ഭേദഗതി കൊണ്ടുവന്നു. ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുകയാണെങ്കിലും അയാൾ നമ്മുടെ നാട്ടിൽ വോട്ട് ചേർത്താൻ അയാൾക്ക് അവകാശമുണ്ട്. അതായത് ഓർഡിനറി റെസിഡന്റ് എന്നതിൻ്റെ നിർവചനത്തിൻ്റെ ഒരു വ്യാപ്തി ഒന്ന് കൊടുത്തതാണ്. കേരളത്തിൽ വീടുകളിലേക്ക് ഈ SIRന്റെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ BLOമാർ പോകുമ്പോൾ ആ വീട്ടിൽ പ്രവാസി ഇല്ലെങ്കിൽ ആ പ്രവാസികളെല്ലാം ഇലക്ടറൽ റോളിൽ നിന്ന് പുറത്തായിരിക്കും. കേരളത്തിൽ മാർച്ച് മാസത്തിൽ വരാനിരിക്കുന്ന പ്രഖ്യാപനത്തിന് മുന്നോടിയായി സുപ്രീം കോടതിയിൽ ഈ കേസ് നിലവിലിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ റിട്ട് സുപ്രീം കോടതിയിൽ പരിഗണനയിൽ ഇരിക്കെ ധൃതിപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, ഞാൻ പറയുന്നു, പ്രവാസികളെയും അന്യസംസ്ഥാന ജീവനക്കാരായി ഇവിടെ വോട്ട് രജിസ്റ്റർ ചെയ്ത് സ്ഥിരതാമസക്കാരായിരിക്കുന്ന, മാത്രമല്ല ഈ കോളത്തിൽ വേറൊരു കാര്യം പരിശോധിച്ചോ, ഒരു 15ാം കോളമുണ്ട് ഈ SIRൽ. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവന്റെ പൗരത്വം, അദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛന്റെ പൗരത്വം, അത് തെളിയിക്കുന്ന രേഖ എങ്ങനെ അതിനൊക്കെ പറ്റും? അപ്പോൾ ഈ ലാൽ ബാബു കേസിൽ സുപ്രീം കോടതി പറഞ്ഞതും ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം? സുപ്രീം കോടതിയുടെ 4 അംഗ ബെഞ്ചിന്റെ വിധി പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് തുല്യമാണ്. ആർട്ടിക്കിൾ 142, 141. അപ്പൊ സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോൾ അതിന് തികച്ചും ഘടകവിരുദ്ധമായി തങ്ങൾക്കില്ലാത്തൊരു അധികാരം എന്തിനു വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ യജമാന്മാരുടെ മുമ്പിൽ എഴയുകയാണ്, കുണിയുകയല്ല, എഴയുകയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. തങ്ങളിൽ അർപ്പിതമായിരിക്കുന്ന പവിത്രമായ ഒരു നിയമപരമായ ഭരണഘടനാപരമായ ദൗത്യത്തെ അങ്ങ് പറഞ്ഞു വരുന്നത് പ്രകാരം കേരളത്തിലെ പ്രവാസികളായിരിക്കും ഈ SIR പ്രോസസ്സിന്റെ നമ്പർ 1 ടാർഗറ്റ്.